ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്. കാരണം നമുക്ക് ഈ ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയ ഈ ഒരു സാധനം ഉണ്ടല്ലോ, പപ്പായ ആൻഡ് കുക്കുംബർ, ഇത് ഒരു വിധത്തിലും കളയാൻ പറ്റില്ല. കാരണം അത്രയും ബെനിഫിറ്റ്സ് ഉള്ള, സ്കിന്നിന് ഗ്ലോ കൊടുക്കാനും ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനൊക്കെ പറ്റിയൊരു സാധനമാണിത്. ഇതിൽ ഗ്ലിസറിൻ്റെ ഗുണമുണ്ട്, അറ്റ് ദ സെയിം ടൈം പപ്പായയുടെയും അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ഗുണങ്ങളുമുണ്ട്. അത്രയും നല്ലൊരു സാധനം. അപ്പോൾ നമുക്കിത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിനെ പറ്റി ആലോചിക്കും. ആർക്ക് വേണ്ടിയാണ്? അതായത് ഇപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഗ്ലോയൊക്കെ പോയിരിക്കുക, അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ അക്യുമുലേറ്റ് ചെയ്യുക, ഫേഷ്യൽ ചെയ്യാത്തവർ, ഡാർക്ക് സ്പോട്ട് ഉള്ളവർ, പിഗ്മെൻറ്റേഷൻ ഉള്ളവർ, ഇങ്ങനെ സ്കിന്ന് ഡാമേജ് ആയിട്ടുള്ളവരിക്കുന്നവർക്ക് മെയിനായിട്ട് വേണ്ടത് സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു സ്കിന്ന് വരണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റേ കടലമാവിൻ്റെ പൊടിയും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൈര് ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണ്, അത് ചേർക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്. ഇതിന് ഹൈലറോണിക് ആസിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ടാണ്. കാരണം നമ്മൾ പല പ്രൊഡക്ട്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ സൂര്യപ്രകാശമായിട്ട്, അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിന് കെയർ ഒന്നും കൊടുക്കാണ്ടാവുമ്പോൾ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇത് പോവും. അപ്പോൾ എന്തുണ്ടാവും? സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും, സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഹൈലറോണിക് ആസിഡ് ഒത്തിരി ഉള്ള ഒരു കാരണം. നമുക്കിപ്പോൾ ഹൈലറോണിക് ആസിഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും മോയ്സ്ചറൈസ്. അപ്പോൾ ഈ പാക്ക് നമ്മളിത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമായാലും പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഉണ്ടാക്കി ഇതിൻ്റെ ഫോമിൽ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളജൻ പ്രൊഡക്ഷൻ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഫോം ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കോളജൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കോളജൻ പ്രൊഡക്ഷന് വേണ്ടി. അതായത് നല്ല സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ സെൽസൊക്കെ നല്ല സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ സാഗ് ചെയ്യാതിരിക്കുകയുള്ളൂ സ്കിന്ന്. അതുപോലെ റിങ്കിൾസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.